തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾ സാധിക്കും. എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും പറയാനില്ല. നിങ്ങളത് പറയാൻ പറഞ്ഞില്ല. Without interruption, you are interrupting. Suddenly filing a petition to accept an electronic evidence with 65 views editing. Officer, Aisha, Mr. Vijay Mohan, I will not entertain this kind of practice in my court. The aim of every court is to discover the truth. Section 3 of the CRPC is one of three such provisions which strengthen the arms of a court. It is the first to unravel the truth by procedure sanctioned by law. at the same time, the judiciary power vested under Section 311 CRPC has to be exercised judicially for strong and valid reasons and with confident circumstances have a just in the first case. Yes, sir, what is the relevance? PW7 driver of കോടതി മുമ്പാകെ നൽകിയ വൈരുദ്ധ്യമാണെന്ന് മൊഴികൾ തെളിയിക്കാനുള്ള ഇലക്ട്രോണിക് എവിഡൻസ് ആണ് ഞാൻ കോടതിയിൽ ഹാജരാക്കി. It cannot be accepted, Your Honor. ഈ electronic evidence in the court custodian ഇതൊന്നും കോടതി മുമ്പാകെ വന്നതായി കാണുന്നില്ല. It cannot be accepted as legal evidence. മിസ്റ്റർ കൗൺസിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവറുടെ മൊഴിയിൽ വിശ്വാസമില്ല. പ്രശ്നമല്ല. കോടതി ഞാനിത് മറക്കുകയോ വേണ്ടിയോ തീരുമാനിച്ചില്ല. കേട്ടോ? ഇതെന്ത്? ഡിഫൻസ് ഭാഗം തെളിവിലേക്കായി ഹാജരാക്കിയ എക്സിബിറ്റ് D4 വീഡിയോ ക്ലിപ്പ് നമ്പർ 3 ആണ്. ഇത് പരിശോധിച്ചതിൽ നിന്നും സംഭവ ദിവസം പ്രതിയുടെ കാർ സഞ്ചരിച്ച നാനാഞ്ചര ജംഗ്ഷനിൽ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്നും വന്ന ഈ കാറിന്റെ ഡാഷ് കാമിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യത്തിൽ നിന്നും സംഭവ ദിവസം ആ കാർ ഓടിച്ചിരുന്നത് പ്രതിയല്ലെന്നും ഡ്രൈവർ റോബിനാണെന്നും വ്യക്തമാണ്. ഈ ദൃശ്യങ്ങളുടെ തെളിവെടുത്ത് കോടതി എങ്ങനെ ഒപ്പിക്കാൻ പറ്റും? 8 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇപ്പൊ കോടതിയുടെ മുന്നിലുള്ളത് വെറും ഒരു പെൻഡ്രൈവാണ്. ഈ കാറിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന വിജയകുമാർ എന്നാണ് നാട്ടിൽ തന്റെ സ്വന്തം ആവശ്യത്തിനായി വാങ്ങിയിട്ടുള്ള വാഹനമാണെന്ന് വെച്ചത്. സംഭവം കഴിഞ്ഞ് 8 മാസമായതുകൊണ്ട് ഇതിന്റെ വിശ്വസ് നഷ്ടമായേക്കുമെന്ന ഭയമുണ്ടായിരുന്നു ഞാൻ. എന്നാൽ വളരെ പരിമിതമായ യാത്രകൾ മാത്രം ചെയ്ത കാറായതുകൊണ്ട് ഈ വിശ്വസ് ഞങ്ങൾക്ക് കിട്ടി. Any further evidence from the other side? No, Your Honor. So, because there was the prosecution has obtained a few public documents. Right. Your Honor, 2016 April മാസം മുംബൈ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് വിധിയുടെ സർട്ടിഫൈഡ് കോപ്പി ബാന്ദ്ര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 492/2016 ആയി രജിസ്റ്റർ ചെയ്ത ഒരു FIR-ഉം ഫൈനൽ റിപ്പോർട്ടും കോടതിയുടെ പെറ്റീഷനിൽ വന്ന ഓർഡറാണ്. ഒഫൻസ് റേപ്പായിരുന്നു. FIR പ്രതിയെ അറസ്റ്റ് സാധിച്ചില്ല. കോടതി കുറ്റപത്രം പരിശോധിച്ചപ്പോൾ തെളിവുകളൊന്നും അവശേഷിച്ചില്ല. വിക്ടിമിന്റെ സത്യവാങ്മൂലത്തിന്റെ ബലത്തിൽ കോടതി ഫൈനൽ റിപ്പോർട്ട് പാസ് ചെയ്തു. Your Honor, ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ച ഡോക്യുമെന്റ്സിൽ FIR-ൽ പ്രതിയായി ചേർത്തിരിക്കുന്ന 21 വയസ്സുള്ള മൈക്കിൾ ജോസഫ്, സൺ ഓഫ് ക്രിസ്റ്റഫർ ജോസഫ്, ആ പ്രതി തന്നെയാണ് ഇപ്പോൾ ഈ കോടതി മുമ്പാകെ പ്രതി മുമ്പിൽ നിൽക്കുന്നത്. The accused in both cases are one and the same. The accused in both cases against ചേർത്തിരിക്കുന്ന 21 വർഷത്തിന്റെ ബലത്തിൽ കോടതി FIR 2016 ആയി രജിസ്റ്റർ ചെയ്തു.
492/2016 രജിസ്റ്റർ ചെയ്ത ഒരു FIR ഫൈനൽ റിപ്പോർട്ടും കോശയുടെ പെറ്റീഷൻ വന്ന ഓർഡറാണ്. ഒഫൻസ് റേപ്പായി. FIR എന്തെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. കോടതി കുറ്റപത്രം പരിശോധിച്ചപ്പോൾ തെളിവുകളൊന്നും അവശേഷിച്ചില്ല. വിക്ടിമിന്റെ സത്യവാങ്മൂലത്തിന്റെ ബലത്തിൽ കോടതി ഫൈനൽ റിപ്പോർട്ട് വാഷ് ചെയ്തു. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ച ഡോക്യുമെന്റ് FIR-ൽ പ്രതിയായി ചേർത്തിരിക്കുന്ന 21 വയസ്സുള്ള മൈക്കൽ ജോസഫ്, ക്രിസ്റ്റഫർ ജോസഫ്, ആ പ്രതി തന്നെയാണ് ഇപ്പോൾ ഈ കോടതി മുമ്പാകെ പ്രതി മുമ്പിൽ നിൽക്കുന്നത്. The accused in both cases are ഈ ദൃശ്യങ്ങളുടെ സെലിബ്രിറ്റി കോടതിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? 8 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമുണ്ട്. ഇപ്പൊ കോടതിയുടെ മുന്നിലുള്ളത് വെറും ഒരു ബന്ധമാണ്. ഈ കാറിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന വിജയകുമാർ എന്ന നാട്ടിൽ തന്റെ സ്വന്തം ആവശ്യത്തിനായി വാങ്ങിയിട്ട വാഹനമാണെന്ന് മനസ്സിലായി. സംഭവം